ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ താരം വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കെയർ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന്. ആദ്യം തന്നെ കുറച്ച് ഹെയർ സിറം എടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്ട്രീക്സിൻ്റെ ഹെയർ സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് തേച്ചപ്പോൾ തന്നെ മുടി നന്നായിട്ട് ഒതുങ്ങി കേട്ടോ. അതാ മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പണ്ട് ട്രൂ ഹെയർ ഓയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ആപ്ലിക്കേറ്ററാണിത്. ഇതിൽ എണ്ണ ചൂടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ മുടിയൊക്കെ ചീകി ജടകളയാണ്. മുടി ഇങ്ങനെ ചീകുമ്പോൾ നന്നായിട്ട് താരം ഇങ്ങനെ പറക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, അത് കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുടിയൊക്കെ ചീകി ജട കളഞ്ഞു. എനിക്കിതാ ഇത്രയും മുടിയാണ് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാണ്. സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സാധാരണ ഹോട്ടൽ മസാജ് ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ താരനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എനിക്ക് തോന്നുന്ന ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഞാനിപ്പോൾ അധികം കെയർ ചെയ്യുന്നില്ലല്ലോ, അതിൻ്റെ കുഴപ്പമുണ്ട്. നല്ല രീതിയിൽ ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ട്. ഇത്രയും എണ്ണയൊന്നും ഞാൻ തേക്കാറില്ല. എന്നിട്ട് കെട്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു പാക്ക് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അപ്പോൾ ഒരു 20 മിനിറ്റ് ഞാൻ എണ്ണ തലയിൽ വെച്ചിട്ട് ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിട്ടോ. ഷാമ്പൂ ഇട്ട് തന്നെ കഴുകണം. അതിനുശേഷം ആ നനവുള്ള മുടിയിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. തലയോട്ടിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ മുടി സെറ്റായി കിട്ടും. ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ദാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ മുടിക്കൊന്ന് ജീവൻ വെച്ചിട്ടുണ്ട്. ആദ്യം ചകിരി പോലെയാണ് ഇരുന്നത്, ഇപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.